Hello everyone, welcome to Franklin's Lectures. എൻ്റെ പേര് സനൂപ് ജോസ്. അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗിന്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, യെസ്. സോ നമുക്ക് അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് S6 സെമസ്റ്റർ 6-ലുള്ള പേപ്പറാണ്. 2019 റെഗുലേഷനിൽ വരുന്ന പേപ്പറും കൂടെയാണ്. സോ ഈ അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ വരുമ്പോൾ അതിന്റെ ബേസിക് കോമൺ ആയിട്ട് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലെ. സോ വാട്ട് ഇസ് എ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഹിയർ? സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ മാർക്സ് എത്രയായിരിക്കും? 150 ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ എത്രയായിരിക്കും? ഒരു 50 മാർക്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻ സെമസ്റ്റർ എക്സാമിനേഷൻ, വിച്ച് വിൽ ബി എന്താണ്, ഒരു 3 hours എക്സാം ആയിരിക്കും. ദാറ്റ് വിൽ ബി എന്തായിരിക്കും? ഓഫ് 100 മാർക്സ് ആണ്. സോ ടോട്ടലി എന്താണ്, the total marks will be എന്താണ്, മാർക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് എന്തായിരിക്കും? 150 മാർക്ക് ആയിരിക്കും. ദാറ്റ് ഇസ് 100 ഫോർ ദ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ആൻഡ് നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ ഭാഗമായിട്ട് ഒരു 50 മാർക്കും ഉണ്ടാവുന്നതാണ്. സോ ടോട്ടലി 150 മാർക്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ എന്തായിരിക്കും? പാറ്റേൺ എന്താണ്? കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? അറ്റൻഡൻസ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറ്റൻഡൻസിന് എത്ര മാർക്കാണ് വരുന്നത്? 10 മാർക്സ്. ഓക്കെ, സോ ദ അറ്റൻഡൻസ് നമ്മൾ റെഗുലർ ആയിട്ട് കോളേജിൽ പോകുന്നു. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ദ പെർസെൻറ്റേജ്. സോ അറ്റൻഡൻസിന് എത്രയാണ്? 10 മാർക്സ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ റെഗുലർ ക്ലാസ് വർക്ക്, ട്യൂട്ടോറിയൽസ്, അസൈൻമെന്റ്സ്, സെൽഫ് ലേണിംഗ്, ഇതിനൊക്കെ മിനിമം 3 numbers ആണ് വേണ്ടത്. സോ അതിന് എത്ര മാർക്കാണ്? സോ ഇറ്റ് ക്യാരീസ് 15 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? കണ്ടിന്യൂസ് അസസ്മെന്റ് ടെസ്റ്റ്. സോ സൈക്കിൾ ടെസ്റ്റ് എന്നൊക്കെ നമ്മുടെ കോളേജസിലൊക്കെ പറയും അല്ലെ. സോ മിനിമം എത്രയാണ്? മിനിമം 2 numbers എങ്കിലും തീർച്ചയായിട്ടും വേണം. ഓക്കെ, സോ ഫസ്റ്റ് 2 moduleൽ ഒരു ടെസ്റ്റ് വരുന്നു, അടുത്ത എന്താണ് 2 moduleൽ ഒരു ടെസ്റ്റ് വരുന്നു. ഇങ്ങനെയാണ് യൂഷ്വലി പാറ്റേൺ പൊക്കോണ്ടിരിക്കുന്നത്. സോ സൈക്കിൾ ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അസസ്മെന്റ് ടെസ്റ്റ് എത്രയാണ്? ഇറ്റ് ക്യാരീസ് 25 മാർക്സ്. ടോട്ടൽ നമുക്ക് എത്രയാണ് വരുന്നത്? ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 25 വിൽ ബി ഹാവിംഗ് അറൌണ്ട് എന്താണ് 50 മാർക്സ് ആസ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്ക് പറയാൻ പറ്റും. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ there will be 50 marks. Okay, for continuous internal evaluation, that is attendance, regular class, അതുപോലെ തന്നെ അസൈൻമെന്റ്, സെൽഫ് അസസ്മെന്റ്, ഇതിനൊക്കെ നമുക്ക് എന്താണ്ടാവും? ഒരു 15 മാർക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സൈക്കിൾ ടെസ്റ്റിന് നമുക്ക് ഉണ്ടാവും. സോ ദാറ്റ് കണ്ടിന്യൂസ് അസസ്മെന്റ് ടെസ്റ്റിന് നമുക്ക് എന്തുണ്ടാവും? ദർ വിൽ ബി എ മാർക്സ് സച്ച് ദാറ്റ് ഇസ് 25 മാർക്സ് ആയിരിക്കും അതിനും ഉണ്ടാവുക. സോ ടോട്ടലി നമ്മുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഇതിന്റെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ എത്രയായിരിക്കും? 50 മാർക്സ് ആയിരിക്കും ടോട്ടൽ മാർക്സ്. അടുത്ത നമ്മൾ നോക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻ സെമസ്റ്റർ എക്സാമിനേഷൻസ് ആണ്. നമ്മൾ ESE എന്ന് പറയും, എൻ സെമസ്റ്റർ എക്സാമിനേഷൻ. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതും കൂടെയാണ്. സോ ഇവിടെ നമുക്ക് പാർട്ട് എയിലുണ്ട്. പാർട്ട് എയിൽ എന്ന് പറയുമ്പോൾ എവറി ക്വസ്റ്റ്യൻ ഷുഡ് ബി കമ്പൽസറി. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് 5 modules ഉണ്ട്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 3 മാർക്ക് വീതം ആണ് നമ്മൾക്ക് യൂഷ്വലി കാണുന്നത്. ഓക്കെ, so in part A all question needs to be answered, and in part B each student can choose any full one question out of 2 questions. So part A യുടെ കാര്യം ഞാൻ പറഞ്ഞു, every question should be attended. part B എന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? so there will be നമ്മുടെ മൊഡ്യൂൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. മൊഡ്യൂൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും? ഒരു 14 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നു. അതർ ഓർ ചോയ്സ് ആയിട്ട് വേറൊരു 14 മാർക്ക്. നീഡ് നോട്ട് ടു ബി 14 ആകണമെന്ന് നെസസറി ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇറ്റ് കൻ ബി സ്പ്ലിറ്റഡ്. 7 ആയിരിക്കാം, അല്ലെങ്കിൽ 8 ആയിരിക്കാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തും ഓരോ ഇതിൽ നിന്ന് ചോദിക്കുകയും ചെയ്യാം. അതിൽ നിന്ന് യു ക്യാൻ ചൂസ് ആ ഓർ ക്വസ്റ്റ്യനിലെ പാർട്ട് എ ഓർ പാർട്ട് ബിയിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഴുതുകയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പാർട്ട് എ എന്ന് നോക്കി കഴിയുമ്പോൾ എന്താണ്? പാർട്ട് എ കണ്ടെയ്ൻസ് 10 questions വിത്ത് 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഈച്ച് മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. തീർച്ചയായും ഫസ്റ്റ് മൊഡ്യൂൾ ആണെന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ ഇപ്പൊ പൗഡർ മെറ്റലർജി ഒരു 2 മാർക്ക് വരും. അതുപോലെ തന്നെ രണ്ടാം പാർട്ടായ എന്താണ് മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു 2 മാർക്സ്. സോ ഇങ്ങനെ മൊഡ്യൂളിന്റെ 2 ഭാഗത്തു നിന്ന് എന്തെങ്കിലും 2 മാർക്സ് 3 മാർക്സ് നമുക്ക് വരുന്നതായിരിക്കും കാണുന്നത്. സോ ഹാവിംഗ് 3 മാർക്സ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും എത്രയാണ്? 3. It carries 3 marks each. Okay, so part B ലേക്ക് വരുവാണെങ്കിൽ part B contains 2 questions from each module. എന്താണ്? It contains 2 questions from each module of which student should answer any one. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റും.
So each question can have maximum 2 subdivisions and carry 14 marks. So ഒരു ക്വസ്റ്റ്യൻ മാക്സിമം എത്ര സബ്ഡിവിഷൻസ് കാണാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. സോ പാർട്ട് എ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഇസ് 11 and 12 എന്ന് വെക്കുക. 11ൽ 2 സബ്ഡിവിഷനേ ഉണ്ടാവാൻ പാടുള്ളൂ. സോ ചിലപ്പം 12ൽ എന്താണ് 14 ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് ആ സബ്ഡിവിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു കൻ ചൂസ് സബ്ഡിവിഷൻ, അല്ലെങ്കിൽ ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. 14 മാർക്ക് കമ്പൈൻ ആകുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതുകയും ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ആസ്ക് ഫോർ എന്താണ് 100 മാർക്സിനായിരിക്കും നമ്മളോട് ചോദിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. നൗ ഇപ്പൊ നമ്മുടെ ഓരോ മൊഡ്യൂൾസിൽ എന്തൊക്കെയാണ് ഉള്ളത്? അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. വി സ്റ്റഡീഡ് മാനുഫാക്ചറിങ് പ്രോസസ് ഇൻ S3-ലൊക്കെ നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു. സോ നമ്മൾ ഇവിടെ എന്താണ് മെറ്റൽ റിമൂവ് ചെയ്ത് മെഷീനിങ് ചെയ്യുന്നു. അതുപോലെ തന്നെ വിത്തൗട്ട് മെറ്റൽ റിമൂവൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർജിങ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെറ്റൽ റിമൂവ് ചെയ്യാതെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന നമ്മുടെ ഷേപ്പ് മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫോമിങ് അല്ലെങ്കിൽ ഫോർജിങ്, ഇങ്ങനെയുള്ള കുറെ ടെക്നിക്സിന്റെ അഡ്വാൻസ് ആയിട്ടുള്ളത് നമ്മൾ ഈ അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗിൽ പഠിക്കും. സോ ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് എന്താണ്, സോ വി വിൽ ബി എന്താണ് ഒരു മൈക്രോ മെഷീനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അഡസീവ് എന്താണ് നമ്മുടെ മെറ്റൽ കട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ അഡ്വാൻസ് മാനുഫാക്ചറിംഗിൽ 5 മൊഡ്യൂളുകളിലും നോക്കും. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1-ൽ എന്താണ് പൗഡർ മെറ്റലർജി. സോ പൗഡർ മെറ്റലർജി എന്താണ്, പൗഡർ മെറ്റലർജിയെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ പൗഡർ മെറ്റലർജിയുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഗോയിങ് ഓൺ ടു ദ പാർട്ട് 2-ൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തായിരിക്കും പഠിക്കുക? വിൽ ബി ഡിസ്കസിങ് അബൌട്ട് മെറ്റൽ കട്ടിങ്, ഓർത്തോണൽ കട്ടിങ്, ഒബ്ലീക് കട്ടിങ് എന്താണ്, സോ വേരിയസ് കട്ടിങ് ടൂൾ മെറ്റീരിയൽസ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെർച്ചന്റ് സർക്കിൾ, ഇതൊക്കെ നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. ഓക്കെ, മൊഡ്യൂൾ 2 നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് എൻറ്റയർലി എന്താണ് PLC യെ കുറിച്ച് നമ്മൾ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് PLC-നെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CNC മെഷീനിങ് നമ്മൾ പഠിക്കും. അതിന്റെ കോഡ്സ് പ്രോഗ്രാംസ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ PLC നമ്മൾ നോക്കുകയാണെങ്കിൽ ലാഡർ ഡയഗ്രാംസ് നമ്മൾ പഠിക്കും. CNC-യിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രോഗ്രാംസ് എങ്ങനെയാണ് ഒരു ടേണിംഗ് ചെയ്യുന്നതിന് പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അതിന്റെ കോർഡിനേറ്റ് സിസ്റ്റംസിനെ കുറിച്ചാണ് നമ്മൾ, ന്യൂമറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യും. സോ അതുപോലെ തന്നെ മൊഡ്യൂൾ 3-ൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് നോൺ ട്രഡീഷണൽ മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. മൊഡ്യൂൾ 3 നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്, നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൾട്രാസോണിക് മെഷീനിങ്, അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്, ലേസർ ബീം മെഷീനിങ്, ഇവിടെ ഇലക്ട്രോൺ ബീം മെഷീനിങ്, അതുപോലെ തന്നെ പ്ലാസ്മ ആർക്ക് മെഷീനിങ്, IBM നമ്മൾ പറയുന്നത് അയോൺ ബീം മെഷീനിങ്, അതുപോലെ തന്നെ അബ്രസീവ് ജെറ്റ് മെഷീനിങ്, അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൊഡ്യൂൾ 3-ൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മൊഡ്യൂൾ 4-ൽ എന്താണ് ഫോമിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഹൈ വെലോസിറ്റി ഫോമിംഗ് ഓഫ് മെറ്റൽസ്. ഹൈ വെലോസിറ്റിയിൽ നമ്മൾ മെറ്റലിനെ ഫോം ചെയ്തെടുക്കുന്ന ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ മൊഡ്യൂൾ 4-ൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഷീറ്റ് മെറ്റൽ ഫോമിംഗ് നമ്മൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ഫോമിംഗ്, ഇലക്ട്രോ ഹൈഡ്രോളിക് ഫോമിംഗ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോമിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു മൊഡ്യൂൾ ഫോം. സോ ഹൈ വെലോസിറ്റി ഫോമിംഗ് ഓഫ് മെറ്റൽസിനെ കുറിച്ചായിരിക്കും, ഹൈ വെലോസിറ്റിയിൽ മെറ്റൽസിനെ ഫോം ചെയ്തെടുക്കുന്ന ടെക്നിക്സിനെ കുറിച്ചായിരിക്കും നമ്മൾ മൊഡ്യൂൾ 4-ൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻറ്റയർലി ന്യൂ ടു യു. സോ നമ്മൾ മൈക്രോ മെഷീനിങ് ഒക്കെ ആയിരിക്കും പഠിക്കുന്നത്. മൈക്രോ മെഷീനിങ് എന്താണ്? സോ ഹൈ പ്രിസിഷൻ മാനുഫാക്ചറിങ് എന്തായിരിക്കും? നമ്മുടെ വളരെ ടൈനി ഫീച്ചേഴ്സ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്, ടൈനി മിനിയേച്ചേഴ്സ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഒക്കെ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ മെഷീനിങ് എന്താണ്? ഒരു 1 to 5,000 മൈക്രോമീറ്റേഴ്സിനുള്ളിൽ നമ്മൾ മെഷീൻ ചെയ്തെടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് മൈക്രോ മെഷീനിങ് എന്നൊക്കെ പറയുന്നത്. വളരെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഫോൺസിൽ യൂസ് ചെയ്യുന്ന പാർട്സ് ഒക്കെയാന്ന് പറഞ്ഞാലും വാച്ചസിനകത്ത് യൂസ് ചെയ്യുന്ന പാർട്സ് ഒക്കെയാന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് വെരി സ്മോൾ. സോ ട്രഡീഷണൽ മാനുഫാക്ചറിങ് പ്രോസസ് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും ചെറിയ പ്രോസസ്സുകളൊന്നും അല്ലെങ്കിൽ ഇത്രയും ചെറിയ പാർട്സ് ഒന്നും മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റുകയില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൈക്രോ മെഷീനിങ് എന്നുള്ള ടെക്നോളജീസിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റോറിയോളജിക്കൽ ഫിനിഷിംഗ് നമ്മൾ പറയും. സോ ഇതൊരു അഡ്വാൻസ് പോളിഷിംഗ് ടെക്നിക്കാണ്. അഡ്വാൻസ് ഒരു പോളിഷിംഗ് ടെക്നിക് അതൊരു സ്മാർട്ട് ഫ്ലൂയിഡ് യൂസ് ചെയ്ത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നതിന് നമ്മൾ മാഗ്നറ്റോറിയോറിക്കൽ
ഫിനിഷിംഗ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് മെറ്റീരിയൽ അഡീഷൻ, അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കും. ഓക്കെ, മെറ്റീരിയൽ അഡീഷൻ പ്രോസസ് എന്താണ്, സ്റ്റീരിയോലിത്തോഗ്രഫി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ് യൂണിറ്റ് 5-ൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് എന്താണ് ഒരു നോൺ ട്രഡീഷണൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ഒന്ന് നോക്കിയപ്പോൾ ട്രഡീഷണൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ വളരെ അതിന്റെ ബേസിനും അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചതെങ്കിൽ അഡ്വാൻസ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗിൽ നമ്മൾ നോൺ ട്രഡീഷണൽ ഓർ ദ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് പ്രോസസ് എന്നാണ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് ആണ്. സോ ദിസ് ഇസ് അഡ്വാൻസ്ഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എന്താണ് ഈ ട്രെൻഡിലുള്ള നിലവിലുള്ള മാനുഫാക്ചറിംഗ് ടെക്നോളജീസും നിലവിലുള്ള ടെക്നോളജിക്കൽ പ്രോസസ്സുകളുമാണ് നമ്മൾ ഈ അഡ്വാൻസ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് കൂടുതൽ ഡിസ്കസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്താണ് നമുക്ക് സബ്ജക്റ്റ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി ഈ സിലബസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്രീഫ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുക ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് കൺവെൻഷണൽ മാനുഫാക്ചറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്രോസസ്. നമുക്ക് ഒരു കുറേയേറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ട്രഡീഷണൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് വെച്ച് നമുക്ക് കുറേയേറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരു മിനിയേച്ചർ ആയിട്ടും അല്ലെങ്കിൽ നല്ല സ്മൂത്ത് സർഫസ് ഫിനിഷും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് പാർട്സ് കോമ്പണൻസ് ഒക്കെ കോണ്ടോർ പ്രൊഫൈൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ട്രഡീഷണൽ മാനുഫാക്ചറിംഗ് കൊണ്ട് പറ്റുകയില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് പൗഡർ മെറ്റലർജി, നോൺ ട്രഡീഷണൽ മാനുഫാക്ചറിംഗ് പ്രോസസ്, ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ നമ്മൾ എന്താണ് അത് മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ടു ബി കൺവേഴ്സന്റ് വിത്ത് അഡ്വാൻസ് മാനുഫാക്ചറിംഗ് പ്രോസസ്, ദാറ്റ് ഇസ് ദ എന്താണ് സ്കിൽ അക്വേർഡ് ബൈ യു സ്റ്റഡി മൊഡ്യൂൾ 1. ഓക്കെ, അഡ്വാൻസ് മാനുഫാക്ചറിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ പൗഡർ മെറ്റലർജി എന്താണ്, പൗഡർ മെറ്റലർജിയിൽ എങ്ങനെയാണ് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് വളരെ എളുപ്പത്തിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യും. ആൻഡ് വി വിൽ ബി ഓൾസോ സ്റ്റഡിങ് ദ ബേസിക്സ് ഓഫ് മെറ്റൽ കട്ടിംഗ്. ഓക്കെ, നമ്മൾ ടൂൾസിന്റെ ആംഗിൾസിനെ കുറിച്ച് പഠിക്കും, കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കും, അതിനുള്ള കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കും. ഓക്കെ, സോ CNC പ്രോഗ്രാമിംഗ്, സെലക്ഷൻ ഓഫ് സെക്കൻഡ് മൊഡ്യൂളിന്റെ നമ്മുടെ മൊഡ്യൂൾ ഫോക്കസ് എന്താണ് ചെയ്യുന്നത്, CNC പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടൂളിംഗ് ആൻഡ് ഫിക്സ്ചേഴ്സ്, അതൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 2-ൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ സ്കിൽസ് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഫോർമുലേറ്റ് ടൂൾ പാത്ത് ആൻഡ് പ്രോഗ്രാം CNC മെഷീൻസ് ആൻഡ് ഹൗ PLC ഓപ്പറേറ്റ് ആൻഡ് കൺട്രോൾ ഓട്ടോമേറ്റഡ് എക്യുപ്മെന്റ് ആൻഡ് സിസ്റ്റം. സോ PLC എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിനെ യൂസിങ് സെൻസേഴ്സ് ആൻഡ് യൂസിങ് സർട്ടൻ എന്താണ് മൈക്രോ കൺട്രോളേഴ്സ്, ഇതിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് PLC പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് നമ്മൾ മെഷീനെ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്നതിനാണ് വി വിൽ ബി യൂസിങ് PLC. അതുപോലെ തന്നെ CNC മെഷീനിങ് എന്താണ് വളരെ സ്മൂത്ത് സർഫസും വളരെ സ്പീഡുമായിട്ട് നമുക്ക് മെഷീൻ ചെയ്തെടുക്കണം യൂസിങ് എ പ്രോഗ്രാം. വി വിൽ ബി ഫീഡിങ് എ പ്രോഗ്രാം ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ നമ്മുടെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒരു മെറ്റൽ എന്താണ് മെഷീൻ ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക CNC പ്രോഗ്രാമിംഗ് നമ്മുടെ അതിന്റെ വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, ലൈക്ക് ഒരു ട്രഡീഷണൽ ലെയ്ത്തിൽ നിന്നൊക്കെ മാറി നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ദ ഫാസ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഫോർ ബെറ്റർ സർഫസ് ഫിനിഷ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള നോൺ ട്രഡീഷണൽ മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള പ്രോസസ് CNC-യിലേക്കൊക്കെ നമ്മൾ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് ലേബർ കോസ്റ്റ് ഒക്കെ കുറയുന്നു, അതുപോലെ തന്നെ നമുക്ക് ബെറ്റർ സർഫസ് ഫിനിഷ് ലഭിക്കുന്നു, മാസ് പ്രൊഡക്ഷൻ നമുക്ക് പറ്റുകയൊക്കെ ചെയ്യും. ഓക്കെ, സോ നോൺ ട്രഡീഷണൽ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ് ബേസ്ഡ് ഓൺ എനർജി സോഴ്സസ് ആൻഡ് മെക്കാനിസം എംപ്ലോയ്ഡ്. തേർഡ് മൊഡ്യൂൾ എന്താണ് നോൺ ട്രഡീഷണൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് നോൺ ട്രഡീഷണൽ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്. സോ ഇറ്റ് ഈസ് ബോത്ത് ദ സെയിം. സോ അങ്ങനെയുള്ള ലൈക്ക് അബ്രസീവ് ജെറ്റ് മെഷീനിങ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്താണ് ലേസർ ബീം ആയിക്കൊള്ളട്ടെ, അയോൺ ബീം വെൽഡിംഗ് ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. വിത്തൗട്ട് മെറ്റൽ എന്താണ് നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യാതെ തന്നെ ഷേപ്പ് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഓഫ് അറ്റോമിക് ലെവൽ സർഫസ് റഫ്നെസ് ആൻഡ് മെഷീനിങ് പ്രോസസ്. സോ അറ്റോമിക് ലെവൽ സർഫസ് റഫ്നെസ് ആൻഡ് മെഷീനിങ് പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, ആ മൊഡ്യൂളിലൂടെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. സോ അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ മൊഡ്യൂൾ 4 വിൽ ബി എൻറ്റയർലി കോൺസെൻട്രേറ്റിംഗ് ഓൺ എന്താണ് ഹൈ വെലോസിറ്റി ഫോമിംഗ് ആണ്. ഒരു ഹെവി ഹൈ വെലോസിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഫോമിംഗ് മെറ്റീരിയൽ ഇൻ ടു സർട്ടൺ ഷേപ്സ്. ലൈക്ക് നമ്മൾ പഠിച്ചതുപോലെ ഫീമെയിൽ ആൻഡ് മെയിൽ ഡൈയിൽ ഉണ്ടാവും, ആൻഡ് യൂസിങ് ഹൈ വെലോസിറ്റി വിൽ ബി ചേഞ്ചിങ് ദാറ്റ് മെറ്റൽ ഇൻ ടു ദ ഷേപ്പ് ഓഫ് ദ ഡൈസ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഓഫ് ഹൈ വെലോസിറ്റി ഫോമിംഗ് ഓഫ് മെറ്റൽ. സോ വിൽ ബി ഗെറ്റിംഗ് എ ക്ലിയർ ഐഡിയ ഓഫ് ഹൗ ഹൈ വെലോസിറ്റി ഫോമിംഗ് ഇസ് ബീങ് ഡൺ, എന്തൊക്കെ മെറ്റീരിയൽസിലാണ്, വാട്ട് വിൽ ബി ദ ഡൈ മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും,
വാട്ട് വിൽ ബി ദ വെലോസിറ്റി നീഡഡ് ഫോർ ഫോമിങ് സച്ച് മെറ്റീരിയൽസ് എന്നതിനെ കുറിച്ചൊക്കെ എന്തൊക്കെ ടൈപ്പ് ഷെയ്ഡ്സ് നമുക്ക് എന്തൊക്കെ ഡൈസ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മൊഡ്യൂൾ 4-ൽ ഡിസ്കസ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ യു വിൽ ബി നോട്ട് ഹാവിങ് ബാക്കിയുള്ള പ്രോസസ്സിനെ കുറിച്ച് യു വിൽ ബി ഹാവിങ് എ ഐഡിയ, ബട്ട് മൈക്രോ മെഷീനിങ് മെറ്റീരിയൽ അഡീഷൻ പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇറ്റ് ഇസ് എന്താണ് സംതിങ് ദാറ്റ് വിൽ ബി ന്യൂ ടു യു. ഓക്കെ, സോ ദാറ്റ് ഇസ് സംതിങ് വെരി അഡ്വാൻസ്ഡ്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് മൈക്രോ മെഷീനിങ് ആൻഡ് അഡ്വാൻസ്ഡ്. സോ നമ്മൾ മൈക്രോ മീറ്റർ ലെവലിലുള്ള മെഷീനിങ്ങിനെയാണ് നമ്മൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ മെഷീൻ ചെയ്യുന്നത് കാണണമെങ്കിൽ യു വിൽ ബി യൂസിങ് ഒരു മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്താലേ നമ്മൾ മെഷീൻ സർഫസ് ഒക്കെ മെഷീൻ ചെയ്തതും അല്ലെങ്കിൽ മെഷീൻ ചെയ്ത സർഫസ് നമുക്ക് കാണാനൊക്കെ പറ്റുകയുള്ളൂ. ഓക്കെ, സോ അഡ്വാൻസ് ഫിനിഷിംഗ് പ്രോസസ്സ് നമ്മൾ നോക്കുന്നു. അതുപോലെ മാഗ്നറ്റോറിയോറിക്കൽ നമ്മൾ ഫിനിഷിംഗ് പ്രോസസ്സ് ഒക്കെ നോക്കുന്നു. ലൈക്ക് സർഫസ് പോളിഷിംഗ് ടെക്നിക് യൂസിങ് എന്താണ് ഒരു സ്മാർട്ട് ഫ്ലൂയിഡ് ഒക്കെ വെച്ച് നമ്മൾ പോളിഷ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ നോക്കും. അതുപോലെ തന്നെ പ്രോസസ് യൂസ്ഡ് ഇൻ അഡിറ്റീവ് മാനുഫാക്ചറിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈക്ക് സിന്ററിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൊഡ്യൂൾ 1-ൽ സിന്ററിംഗ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ലൈക്ക് അഡിറ്റീവ്സ് എന്തിനാണ്, സോ അഡിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് എങ്ങനെയാണ്, ഫോർ ഡിഫറെന്റ് റേഞ്ച് ഓഫ് മെറ്റീരിയൽസിന് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിൽ ബി സ്റ്റഡിങ് ഇൻ മൊഡ്യൂൾ. സോ ഈ ഒരു ഇത്രയും ടോപ്പിക്സ് അല്ലെങ്കിൽ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു എന്താണ് സിലബസ് ആണ്. ആൻഡ് വിൽ ബി എന്താണ് സ്റ്റഡിങ് ഇറ്റ് വെരി ഈസിലി ആൻഡ് എന്താണ് വിത്ത് മിനിമം എഫേർട്ട് എന്ന് നമുക്ക് പറയാനും പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. സോ നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.